ഹായ് ഹലോ എല്ലാവർക്കും ഏഞ്ചൽ ക്രിയേഷനിലേക്ക് സ്വാഗതം. നമ്മളിന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് മസാല മക്രോണി പാസ്തയാണ്. വളരെ എളുപ്പത്തിലും ടേസ്റ്റിയിലും ഹെൽത്തിയിലും തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്നൊരു മക്രോണി പാസ്തയാണ്. അപ്പോൾ വളരെ എളുപ്പത്തിൽ തന്നെ എങ്ങനെയാണ് നമ്മൾ ചെയ്തെടുക്കുന്നതെന്ന് നോക്കിയാലോ. അതിനായിട്ടൊരു പാത്രം അടുപ്പത്ത് ചൂടാൻ വയ്ക്കുക. പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 5 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ഇനി നമുക്കതിലേക്ക് 1 ടീസ്പൂൺ ഉപ്പും 2 ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് വെള്ളത്തിൽ ഒന്ന് അലിയിച്ചെടുക്കാം, ഒന്ന് യോജിപ്പിച്ചെടുക്കാം. അതിനുശേഷം നമ്മൾ വെള്ളം ഒന്ന് തിളയ്ക്കാൻ വയ്ക്കുകയാണ്. വെള്ളം തിളച്ച് കഴിയുമ്പോൾ അതിലേക്ക് 1 കപ്പ് പാസ്തയാണ് നമ്മൾ ഇട്ട് കൊടുക്കുന്നത്, മക്രോണി പാസ്ത. എന്നിട്ട് നമുക്ക് നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് എടുത്തതിന് ശേഷം മക്രോണി ഒന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ മക്രോണി പാസ്ത വളരെ എളുപ്പത്തിൽ തന്നെ വെന്ത് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, നല്ലതുപോലെ ഒന്ന് വലുതായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കത് ഒരു അരിപ്പ ഉപയോഗിച്ച് ഒന്ന് ഊറ്റിയെടുക്കാം. ഇനി നമുക്ക് മറ്റൊരു പാത്രം അടുപ്പത്ത് ചൂടാൻ വെച്ചതിന് ശേഷം പാത്രം ചൂടാകുമ്പോൾ അതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചൂടാകുമ്പോൾ 5 അല്ലി വെളുത്തുള്ളി ചെറുതായി അരിഞ്ഞത്, 2 ചുവന്ന മുളക് ചെറുതായി അരിഞ്ഞത് എന്നിവ ചേർത്ത് നന്നായി ഇളക്കി ചെറിയൊരു ബ്രൗൺ നിറമായി വരുമ്പോൾ നമുക്കതിലേക്ക് 1 കപ്പ് സവാള ചെറുതായി അരിഞ്ഞതും ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ചെറുതായിട്ടൊന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് അതിലേക്ക് അരിഞ്ഞു വെച്ചേക്കുന്ന ക്യാരറ്റ് കൂടി ചേർത്ത് കൊടുക്കാം. ക്യാരറ്റ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാവുന്നതാണ്. വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ കൂടെ വേറെ പച്ചക്കറിയും കൂടെ ചേർക്കാം. അങ്ങനെ നമ്മുടെ സവാളയും ക്യാരറ്റും ഒക്കെ നല്ലതുപോലെ വഴണ്ട് വന്നിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ മസാലപ്പൊടി എന്നിവ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിച്ച് മസാലയുടെ പച്ചമണം മാറുന്നത് വരെ ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചേക്കുന്ന തക്കാളിയും ചേർത്ത് നന്നായി ഇളക്കി കൊടുക്കാം. അതിനുശേഷം തക്കാളി ചെറുതായിട്ടൊന്ന് വേകുന്നതിന് വേണ്ടിയിട്ട് ഒരല്പം വെള്ളവും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് അടച്ച് വെച്ചൊന്ന് വേവിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ വെന്തുടഞ്ഞ് വന്നിട്ടുണ്ട്. കണ്ടില്ലേ, മസാലയൊക്കെ നല്ലതുപോലെ ഒന്ന് പേസ്റ്റ് പരുവത്തിലായിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 1 തുള്ളി സോയാ സോസും പിന്നെ അതിലേക്ക് 3 ടീസ്പൂൺ ടൊമാറ്റോ സോസും കൂടെ ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. അതിനുശേഷം നമുക്ക് വേവിച്ച് വെച്ചേക്കുന്ന മക്രോണി പാസ്ത ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പാസ്ത ഇട്ടതിന് ശേഷം നമ്മൾ തീ ഓഫ് ചെയ്ത് വെച്ചേക്കുക. കാരണം നമ്മൾ ഓൾറെഡി വേവിച്ച പാസ്ത ആയതുകൊണ്ടാണ് നമ്മൾ തീ ഓഫ് ചെയ്യുന്നത്. അങ്ങനെ നമ്മുടെ മസാല മക്രോണി പാസ്ത വളരെ എളുപ്പത്തിൽ തന്നെ തയ്യാറായിട്ടുണ്ട്. നമുക്കതൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും നല്ലതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് കൂടി നോക്കുക.